കനത്ത ചൂട് അപകട കാരണമല്ല, പെസോ വിലയിരുത്തൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനം കനത്ത ചൂട് കാരണമല്ലെന്ന് കേന്ദ്ര ഏജൻസിയായ പെസോയുടെ പ്രാഥമിക വിലയിരുത്തൽ. കേരളത്തേക്കാൾ കൂടിയ ചൂടുള്ള ഉത്തരേന്ത്യയിലും ചൂടുകാലത്തും കരിമരുന്ന് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിനാൽ ചൂട് സ്ഫോടനത്തിന് പ്രധാന കാരണമായിട്ടില്ലെന്നാണ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. രാവിലെ മുതൽ പെസോ സംഘം സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഘവും ദുരന്ത സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് സ്ഫോടനത്തിന് വഴിവെച്ചോ എന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കുന്നത്. സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് പരിശോധനയ്ക്കുള്ള തെളിവുകൾ ശേഖരിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് സംഭവത്തിൽ നിർണായകമാണ്. എങ്ങനെ ദുരന്തമുണ്ടായി എന്നതാണ് മജിസ്റ്റീരിയൽ എൻക്വയറിയിൽ പ്രധാനമായും അന്വേഷിക്കുന്നത്. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായി ADM സംഭവസ്ഥലത്ത് പരിശോധനയും തെളിവ് ശേഖരണവും നടത്തി. അളവിൽ കൂടുതൽ വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നോ? എന്തൊക്കെ സാധനങ്ങളാണ് സൂക്ഷിച്ചിരുന്നത്? മതിയായ വൈദഗ്ധ്യമുള്ളവരാണോ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്? ഉപയോഗിക്കുന്നതിനിടെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചതാണോ ദുരന്തത്തിന് കാരണമായത്? തുടങ്ങിയ കാര്യങ്ങളാണ് മജിസ്റ്റീരിയൽ അന്വേഷണത്തിൽ നടക്കുന്നത്. കടാവർ നായകളെ അടക്കം കൊണ്ടുവന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും അന്വേഷണം നടത്തുക. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ പരിക്കേറ്റവരിൽ 11 പേരോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 5 പേരുടെ നില ഗുരുതരവുമാണ്. അതേസമയം ദുരന്ത പ്രദേശത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധനയും തുടരുകയാണ്. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ വ്യക്തമാക്കി.